ഹലോ, ഇന്ന് സെപ്റ്റംബർ 5. ഇന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. കാരണം ടീച്ചേഴ്സ് ഡേ അല്ലേ. അങ്ങനെ മുഖ്യ പ്രഭാഷക ഇവിടെ ഒരു സ്ഥാനം തന്ന് എന്നെ അവിടെ കൊണ്ടുപോയി. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ കാണിക്കാം. ഞാൻ അവിടെ ചെന്നപ്പം ഇന്ന് അധ്യാപക ദിനമാണല്ലോ. അപ്പം എനിക്ക് എൻ്റെ എക്സ്പീരിയൻസ് അല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. എന്നാൽ മുഖ്യ പ്രഭാഷകയാണ് ഞാൻ. അപ്പം എന്ത് ചെയ്യണം? നന്നായിട്ട് കാര്യങ്ങൾ പറയണം. പക്ഷേ എൻ്റെ മനസ്സിൽ ഇപ്പം 2 ആഴ്ചയായിട്ട് അറിയാലോ, നമ്മുടെ ആർട്ടിസ്റ്റുകളെ പറ്റിയിട്ട് ഇങ്ങനെ കൊട്ടിരിക്കുന്ന ഓൺലൈൻ ന്യൂസുകളാണല്ലോ മനസ്സിൽ മൊത്തം. എന്ത് പ്രസംഗിക്കാൻ വന്നാലും അൾട്ടിമേറ്റ് നമ്മൾ വന്നു പെടുന്നത് ഈ പ്രശ്നത്തിലേക്കായിരിക്കും. അപ്പം ഞാൻ ഓരോ കാര്യങ്ങൾ പ്രസംഗിച്ചപ്പോഴും എല്ലാവരും കൈയടിച്ചുകൊണ്ടേയിരുന്നു. അപ്പം ഞാൻ മനസ്സിലാക്കിയത്, എൻ്റെ പ്രായം, ഞാൻ നല്ല പ്രായത്തിൽ ഇൻഡസ്ട്രിയിൽ വന്നു, വിദ്യാഭ്യാസമുണ്ട്, എന്നാലും എൻ്റെ കഴിവ് അഭിനയമാണ്. മറ്റ് ജോലികളൊന്നുമില്ല. അഭിനയിക്കുക, നമ്മുടെ അന്നം കഴിയുക, ഇതാണ് നമ്മുടെ ജോലി. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ പ്രസംഗിച്ച് എൻ്റെ അച്ഛൻ അധ്യാപകനായതുകൊണ്ടും ഞാൻ നല്ല അധ്യാപകരുടെ ശിക്ഷണത്തിൽ വളർന്നതുകൊണ്ടും ഏത് പ്രായമായാലും, ചെറുപ്പമായാലും ഇത്രയും പ്രായമായിട്ട് പോലും ആ നല്ല ജീവിതം എനിക്ക് കിട്ടിയത് കൊണ്ടും എൻ്റെ സൽഗുണം കൊണ്ടും എനിക്ക് ഇപ്പോൾ എൻ്റെ ബുദ്ധി പ്രവർത്തിക്കുന്നത് കാണുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട്, നല്ല രക്ഷിതാക്കൾ വളർത്തിയ മക്കൾ, നല്ല ടീച്ചേഴ്സ് പഠിപ്പിച്ചു വിട്ട മക്കൾ, ഇവരാരും തന്നെ തീർച്ചയായിട്ടും തെറ്റുകളിലേക്ക് പോകില്ല. നമ്മുടെ ബുദ്ധിപൂർവം നമ്മൾ തെറ്റും ശരിയും മനസ്സിലാക്കി നല്ല വശങ്ങൾ മാത്രം ചൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ ജീവിതം പടുത്തുയർത്തണം, പടുത്തുയർത്തണം. ഇവിടുത്തെ മക്കൾ, ഇനിയുള്ള മക്കൾ, ഇൻഡസ്ട്രിയിൽ വരുന്ന മക്കൾ, നമ്മുടെ സിനിമ സീരിയൽ ഇൻഡസ്ട്രിയിൽ വരുന്ന മക്കൾ ഒന്നേ ചെയ്യണ്ടോ, നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ തെറ്റായ വശങ്ങൾ സ്വീകരിക്കരുത്, നല്ല വശങ്ങൾ മാത്രം സ്വീകരിച്ച് അച്ഛനും അമ്മയും നല്ലത് മാത്രമേ പറഞ്ഞു തരുള്ളൂ. അധ്യാപകരും നിങ്ങൾക്ക് നല്ല വശങ്ങൾ മാത്രമേ പറഞ്ഞു തരുള്ളൂ. അതുകൊണ്ട് തന്നെ ഓൺലൈൻ ന്യൂസുകൾ മൊത്തം വിശ്വസിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളെ പ്രലോഭിപ്പിക്കുന്നത് കണ്ട് അനാവശ്യമായ കാര്യങ്ങളിൽ പോയി പെട്ട് ഭാവി തകർക്കരുത്. നല്ല കാര്യങ്ങൾ മാത്രം നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് വെച്ചുകൊണ്ട് ജീവിതം നല്ല രീതിയിൽ പടുത്തുയർത്താൻ ശ്രമിക്കണമേ എന്നൊരപേക്ഷയാണ് ഇന്നത്തെ അധ്യാപക ദിനമായി ഞാൻ അവിടെ സ്റ്റേജിൽ പ്രസംഗിച്ചതും. എനിക്ക് തോന്നുന്നൊരു 35-40 മിനിറ്റോളം ഞാൻ പ്രസംഗിച്ചു. സത്യത്തിൽ എല്ലാവരും ഭയങ്കര കയ്യടിയായിരുന്നു. അപ്പോഴാണ് ഞാൻ ഓർത്തത്, ഞാൻ പറഞ്ഞതെല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന്. എന്തെങ്കിലും കുറ്റം എവിടെന്നെങ്കിലും പറയാൻ ശ്രമിച്ചാലും എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. കാരണം അത്രയും പബ്ലിക് എന്നെ മനസ്സുകൊണ്ട് ഏറ്റെടുത്ത്, പ്രസംഗം കഴിഞ്ഞ് പ്രോഗ്രാം കഴിഞ്ഞ് വരുമ്പോൾ എല്ലാവരും വന്ന് സെൽഫി എന്ന് പറഞ്ഞ് ഫോട്ടോ എടുത്തപ്പോൾ എനിക്ക് സന്തോഷമായി. എല്ലാവരും എന്നെ സ്നേഹിക്കുന്നുണ്ടല്ലോ. അങ്ങനെ ഒരു സ്നേഹ വലയം ഞാൻ ഈ ഇൻഡസ്ട്രിയിൽ കെട്ടിപ്പടുത്തുയർത്തിയിട്ടുണ്ട്. ഭഗവാനെ, മരണം വരെ ഇവരെല്ലാവരും എന്നോടൊപ്പം ഉണ്ടാകണം എന്നൊരു പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ സെപ്റ്റംബർ 5 അധ്യാപക ദിനം ഗംഭീരമായി ആഘോഷിച്ച് സ്വർഗത്തിലിരിക്കുന്ന എൻ്റെ അച്ഛന് ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട്, നല്ല രീതിയിൽ നല്ല മോളായി എന്നെ വളർത്തിയതിൻ്റെ സന്തോഷം ഞാൻ എൻ്റെ അച്ഛനെ അറിയിക്കുന്നു. അച്ഛാ, ഐ ആം ഹാപ്പി.